ട്രെയിനുകളിൽ എമർജൻസി കോട്ട വഴി റിസർവേഷൻ ടിക്കറ്റുകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ റെയിൽവേ മന്ത്രാലയം കർശനമാക്കി. യാത്രക്കാർ ഇത്തരം ടിക്കറ്റുകൾ അനധികൃതമായി തരപ്പെടുത്തി വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യവസ്ഥകൾ കർശനമാക്കാൻ മന്ത്രാലയം തീരുമാനിച്ചത്. എമർജൻസി കോട്ട ടിക്കറ്റുകൾ നൽകുന്നത് സംബന്ധിച്ചുള്ള പുതിയ നിർദ്ദേശങ്ങൾ റെയിൽവേ മന്ത്രാലയം രാജ്യത്തെ 17 സോണുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. ട്രാവൽ ഏജന്റുമാർ മുഖേനയുള്ള എമർജൻസി കോട്ട റിസർവേഷൻ ടിക്കറ്റിനുള്ള ഒരപേക്ഷയും ഇനി മുതൽ സ്വീകരിക്കരുതെന്നാണ് അധികൃതർക്ക് നൽകിയിരിക്കുന്ന പ്രധാന നിർദ്ദേശം. പുതിയ നിർദ്ദേശമനുസരിച്ച് എമർജൻസി കോട്ടയിൽ ബർത്ത് സീറ്റിനുള്ള അപേക്ഷകളിൽ ഗസറ്റഡ് ഓഫീസറിന്റെ ഒപ്പ് വേണം. മാത്രമല്ല, ഇങ്ങനെ ഒപ്പിടുന്ന ഓഫീസർ അദ്ദേഹത്തിന്റെ പേര്, പദവി, ഓഫീസ് ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, യാത്രക്കാരന്റെ മൊബൈൽ നമ്പർ എന്നിവയും അപേക്ഷയിൽ കൃത്യമായി രേഖപ്പെടുത്തണം. ഒന്നിലധികം യാത്രക്കാരുണ്ടെങ്കിൽ എല്ലാവരുടെയും ഫോൺ നമ്പറുകൾ ഉൾപ്പെടുത്തുകയും വേണം. അപേക്ഷയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക രജിസ്റ്റർ റെയിൽവേ റിസർവേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും സൂക്ഷിക്കണം. അപേക്ഷയുടെ ഉറവിടം അടക്കമുള്ള വിശദാംശങ്ങൾ, യാത്ര സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നിവയും രജിസ്റ്ററിൽ ഉൾപ്പെടുത്തണം. അനുചിതമായ അപേക്ഷകൾ പരിഗണിക്കേണ്ടതില്ല എന്നും റെയിൽവേ അധികൃതർ പുറത്തിറക്കിയ പുതിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്.